നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഈ വായന കേൾക്കുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാമുകനായോ ഭർത്താവായോ ഭാര്യയായോ വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, അതായത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല, നോ കോണ്ടാക്റ്റ് ആണ്, പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്, വഴക്കാണ്, അത്തരത്തിലുള്ള സാഹചര്യമാണെങ്കിൽ, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന മുഴുവനുമായി കാണാൻ ശ്രമിക്കുക. 2 പ്രാവശ്യം തുടർച്ചയായി കാണുകയാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയും ഈ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഉള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ എത്രത്തോളം വിശ്വാസത്തോടു കൂടിയും കോൺസെൻട്രേഷനോട് കൂടിയും നിങ്ങൾ ഇത് കാണുന്നുവോ അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. പല പ്രേക്ഷകർക്കും ഇത് കണ്ടിട്ട് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പലവരും എനിക്കിപ്പോഴും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് സന്തോഷ വാർത്തയായിട്ട്. കാരണം അവരുടെ വ്യക്തി തിരിച്ചു വന്നു, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തിരിച്ചു വന്നു, ഈ ഒരു വായന തുടർച്ചയായി കണ്ടതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പോസിറ്റീവ് റിവ്യൂസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വസിച്ചുകൊണ്ട്, പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വായന കാണുക. 2 പ്രാവശ്യം തുടർച്ചയായി കാണുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ഏതാണോ ആ സമയം തിരഞ്ഞെടുത്ത് ഇത് കാണാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ വേറെയും വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതും കയറി കാണാവുന്നതാണ്. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഓവറോൾ എനർജിയുമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം വിഷമത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിലായതിൽ പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഈ വ്യക്തിയെ സ്നേഹിച്ചു, പരിചരിച്ചു, സംരക്ഷിച്ചു. ഈ വ്യക്തിയോട് സംസാരിക്കാൻ പല രീതിയിലും നിങ്ങൾ ആഗ്രഹിച്ചു. നേരിട്ട് കാണാനും സംസാരിക്കാനും മറ്റു കമിതാക്കളും കപ്പിൾസും ചെയ്യുന്നത് പോലെ ടൂറ് പോകാനോ സിനിമയ്ക്ക് പോകാനോ അത്തരത്തിലുള്ള വിനോദപരമായിട്ടുള്ള കാര്യങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളും ആഗ്രഹിച്ചു. പക്ഷെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വേണ്ടത്ര സ്നേഹമോ പരിചരണയോ അല്ലെങ്കിൽ പ്രാധാന്യമോ നൽകിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യക്തി ഒരു വാശിക്കാരനായിരുന്നു അല്ലെങ്കിൽ വാശിക്കാരിയായിരുന്നു. ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തിരുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് അതിനുശേഷം മാത്രമേ പ്രാധാന്യമുള്ളൂ അല്ലെങ്കിൽ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പല കാര്യങ്ങളിലും നിങ്ങളെ നിർബന്ധിച്ചിട്ടുണ്ടാകാം, നിങ്ങളെ നല്ല രീതിയിൽ പ്രഷർ തന്നിട്ടുണ്ടാകാം. പക്ഷെ അതിനൊന്നും നിങ്ങൾ വഴങ്ങിക്കൊടുത്തിട്ടില്ലായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഈ വ്യക്തിയുടെ സ്നേഹമായിരുന്നു. പക്ഷെ എന്നാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പോലും ഈ വ്യക്തിയുടെ വാശി ജയിക്കണം. അല്ലെങ്കിൽ ഈ വ്യക്തിയാണെങ്കിൽ കൂട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി അടുപ്പത്തിലുള്ള മറ്റാൾക്കാരായിട്ടോ പന്തയം വെക്കുകയോ അല്ലെങ്കിൽ ഒരു മത്സര ബുദ്ധിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കാണെങ്കിൽ മനസ്സ് നിറയെ സ്നേഹവും. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ 2 പേരും ചേർച്ചയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഈ വ്യക്തിക്കാണെങ്കിൽ എത്ര പാഠങ്ങൾ കിട്ടിയാലും പഠിക്കുകയുമില്ല. ആരൊക്കെ പറ്റിച്ചാലും ഈ വ്യക്തി അത് മനസ്സിലാക്കുകയുമില്ല. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ കടന്നുകയറ്റം ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായി പിരിഞ്ഞിരിക്കുമ്പോഴോ വഴക്കിട്ടിരിക്കുമ്പോഴോ അകൽച്ചയിൽ നിൽക്കുമ്പോഴോ നിങ്ങൾക്കിടയിൽ മറ്റുള്ള വ്യക്തികളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ കടന്നുവരവോ സംഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു മനസ്സ്, ഹൃദയം തുറന്നു കാണിക്കാൻ പലതവണയും ഈ വ്യക്തിക്ക് മുന്നിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തിയാണെങ്കിലോ
ഏതോ സ്വപ്ന ലോകത്ത് അല്ലെങ്കിൽ ഒരു ഫാന്റസി വേൾഡിലാണ് ഈ വ്യക്തി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ കാണുന്നത് പോലെയും അത്തരത്തിലുള്ള ഒരു പ്രഹസനങ്ങൾക്കാണ് ഈ വ്യക്തി പ്രാധാന്യം കൊടുത്തിരുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു തേർഡ് പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു തേർഡ് പാർട്ടിയായിട്ട് പിന്നീട് അടുപ്പത്തിലാവുകയും നിങ്ങളിൽ നിന്നും ഈ വ്യക്തി മനഃപൂർവ്വം അകലാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ചുരുക്കി പറയാനാണെങ്കിൽ നല്ലൊരു പണി കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ വ്യക്തി വിചാരിച്ച കാര്യങ്ങളൊന്നുമായിരുന്നില്ല തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. തേർഡ് പാർട്ടിക്ക് വേറെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഓരോ നിമിഷവും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് മറ്റാരെങ്കിലും വിശ്വസിക്കാനോ അവരുമായിട്ട് ചങ്ങാത്തം കൂടാനോ കൂടുതൽ അടുക്കാനോ ഈ വ്യക്തിക്ക് പേടിയായിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഒറ്റപ്പെടലിന്റെ വേദന ഈ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നു. പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളോ ഒക്കെ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി കാരണം വന്നിട്ടുണ്ടാകണം. എന്നാൽ ഈ വ്യക്തിയാണെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞു തന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചിട്ടുമില്ല. കാരണം നിങ്ങൾ സ്നേഹത്തിനാണ് അന്നും ഇന്നും എന്നും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു കിട്ടുന്ന സന്ദേശം കൊണ്ട് മനസ്സിലാകുന്നത്. അതായത് രത്നക്കല്ല് കൈകളിൽ കിട്ടിയിട്ട് പോലും ഒരു വിലയുമില്ലാത്ത കുപ്പയിൽ കിടക്കുന്ന മാലിന്യം തേടിപ്പോയ അവസ്ഥ, അത് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്കാണെങ്കിൽ കാലചക്രം പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് മുന്നിൽ കാണുന്ന സത്യങ്ങളൊന്നും അത് കാണാനോ മനസ്സിലാക്കാനോ കഴിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മാനസിക വികാരങ്ങളോ നിങ്ങൾ പലതവണയും ഈ വ്യക്തിയുടെ മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാനുള്ള മനസ്സോ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനോ ഒന്നും ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല. പിന്നീട് ഈ വ്യക്തി അത് വേറെ വഴിയിലൂടെ സഞ്ചരിച്ചു. ആ വഴിയാണെങ്കിൽ നാശത്തിലേക്കുള്ള വഴി തന്നെയായിരുന്നു. ഇപ്പോൾ ഈ വ്യക്തി വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. വളരെ സൗന്ദര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകളോ ആകർഷണീയമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഈ വ്യക്തിക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി സ്നേഹത്തിലായ സമയമാണെങ്കിൽ പോലും ആ സമയങ്ങളിലും ഈ വ്യക്തിയെ തേടി പലതരത്തിലുള്ള സ്നേഹാഭ്യർത്ഥനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരവും അഹംഭാവവും എല്ലാം ഈ വ്യക്തിയുടെ വർത്താനത്തിലും പ്രവൃത്തികളിലും ഉണ്ടായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെ മുറുകെ പിടിച്ചു. കാരണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹത്തിനാണ്. ഇപ്പോൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. തേർഡ് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പല വ്യക്തികളിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ പ്രോത്സാഹനം തന്നിരുന്ന വ്യക്തികളൊന്നും ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയില്ല. ഇപ്പോൾ മുഴുവനുമായി ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനായി ആഗ്രഹിക്കുന്നു. മനസ്സുകൊണ്ടെങ്കിലും സ്വപ്നങ്ങളിലൂടെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടാകാം. യാദൃശികമായി ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. അങ്ങനെ പല പല കാര്യങ്ങൾ. എന്തായാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവായി തന്നെ നിങ്ങൾ മനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക, ഏറ്റെടുക്കുക. ഒന്നോ രണ്ടോ രണ്ടിലധികമോ പ്രാവശ്യം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി വിശദാംശങ്ങൾ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.